ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിപ്പോൾ ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടമല്ലേ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചേക്കുവാണ്. നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തിൽ നീളത്തിലരിഞ്ഞ സവാള വറക്കാനിട്ടേക്കുവാണ്. നമുക്ക് ബിരിയാണിക്കകത്തിൽ മുകളിൽ വറുത്ത് ചേർക്കണമല്ലോ, അതിന് വേണ്ടി സവാള വറക്കാനിട്ടേക്കുവാണ്. ഈ അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതിൻ്റെ അപ്പുറത്ത് 3 അടുപ്പേലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്തു, മസാല ചേർത്തു, ഓൾ സ്പൈസസ് ചെയ്തു. അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് നമുക്ക് ചേർക്കാം. ഇന്നതൊക്കെ ചേർക്കാവെന്നൊന്നുമില്ല. അന്നേരം നമ്മുടെ വീട്ടിൽ എന്തോ ഉണ്ടോ അത് ചേർക്കുക. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തോന്നുന്നു, കഴിക്കണമെന്ന് തോന്നുന്നു, അന്നേരം ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ എന്ത് സ്പൈസസ് ഉണ്ടോ നമ്മുടെ കയ്യിൽ അത് ഇടുക, ചേർക്കുക, അത്രേ ഉള്ളൂ. ഇന്നതൊക്കെ ചേർക്കാവുന്നൊന്നുമില്ല. അപ്പം സവാള മൂത്ത് വരുന്നുണ്ട്. അങ്ങനെ അത് വറുത്ത് കോരണം. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരണം. അപ്പോൾ തന്നെ ഞാൻ സവാള വഴറ്റാനിട്ടേക്കുവാണ്, പച്ചമുളകും കൂടി. ഇത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ വെള്ളം തിളച്ചില്ല. വെള്ളം തിളച്ചിട്ട് വേണം അരി ചേർക്കാൻ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. സവാള വറുത്ത ശേഷം അതിനകത്ത് വറുത്തതാണ്. ഇവിടെ അരി കുതിർക്കാൻ വെച്ചേക്കുവാണ്. ഇനി അത് കഴുകി ചേർക്കണം വെള്ളം തിളച്ച് കഴിയുമ്പോൾ. സവാള വഴണ്ടി വരുന്നേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിനകത്തിലേക്ക്. ചിലവർ പറയും ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടേ സവാള ചേർക്കാവൂന്ന്. ചിലവർ പറയും സവാള ചേർത്തതിന് ശേഷമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നത്. നമ്മുടെ ഇഷ്ടമാണ് എപ്പോൾ ചേർക്കണമെന്നുള്ളത്. നല്ലപോലെ വഴറ്റുക. ഇതൊരു സിമ്പിൾ ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു ട്രഡീഷണൽ ചിക്കൻ ബിരിയാണി ഒന്നുമല്ല. നമുക്ക് കൊതി തോന്നുന്നു ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് നമ്മളുണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ഇത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുവാണ്. പെട്ടെന്നുണ്ടാക്കാം. 3 അടുപ്പയിലായിട്ട് എല്ലാം കൂടി ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്നുണ്ടാക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരടുപ്പത്ത് ചോറിനുള്ളതും ഒരടുപ്പത്ത് ചിക്കനുള്ളതും ചെയ്യാം. മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു. ഉപ്പ് ആദ്യം നമ്മൾ വഴറ്റുമ്പോൾ ചേർക്കുന്നതാണ്, അത് പോരാ, അതുകൊണ്ടാണ് പിന്നെയും ചേർത്തത്. മസാലയെല്ലാം കൂടെ മൂത്ത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്കതിനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച ചിക്കൻ ചേർക്കാം. അരി ചേർത്തിട്ടുണ്ട് വെള്ളം തിളച്ചപ്പം. ഇപ്പം അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല, ഒരുപാട് മസാലയൊന്നുമില്ല. എല്ലാ മസാലയും കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഒന്ന് തിളച്ച് കഴിയുമ്പം ഞാനങ്ങനെയാണ്, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ പിന്നെ എത്ര വേണമെന്നുള്ള, അതിനനുസരിച്ച് ചേർക്കാം. അരി വെന്ത് ഞാൻ കോരി വെച്ചിട്ടുണ്ട്. കിഴുത്തിയുള്ള പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം പൊയ്ക്കോളൂ. അങ്ങ് നല്ല ചോറ് നല്ല ഒന്നൊന്ന് വിട്ടിരിക്കും. അപ്പോൾ ചിക്കൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെ മസാലകൾ ഇനി ചേർക്കണമെന്നുള്ളത് നമുക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് അടഞ്ഞു പോകുന്നത്. തിളച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്തു. ചിക്കൻ വെന്ത് 3/4 ഭാഗമാവുമ്പോൾ നമുക്ക് ഇനി അവിടെ റൈസ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും 3/4 ഭാഗമായി വെന്തിട്ടുള്ള ആ റൈസും നമുക്കിതിനകത്തിലേക്ക് ചേർക്കാം. ഇവിടെ അങ്ങനെ ലെയറിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ചിക്കൻ 3/4 ഭാഗമാകുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ 3/4 ഭാഗം വേവിച്ച് വെച്ച അരി ചേർക്കുന്നു. പിന്നെ വറുത്ത് വെച്ചേക്കുന്നത് ചേർക്കുന്നു. മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം. തൽക്കാലം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത് ചേർക്കാഞ്ഞത്. ഉള്ളത് കൊണ്ട് ഒരു ബിരിയാണി തുടക്കക്കാർക്ക്, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്, ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് വേറെ ഒന്നുമായിട്ട് പറഞ്ഞാൽ ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല. ടേസ്റ്റൊക്കെ നല്ലത് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി വാങ്ങി വെച്ചിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് എപ്പോഴും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമ്മളുണ്ടാക്കും. അപ്പോൾ ഇത് വറുത്ത് വെച്ചതെല്ലാം ഇടുക. അതിന് ശേഷം നമ്മളൊരു അടപ്പ് വെച്ച് അടയ്ക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കും. അപ്പം
ചിക്കനകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് ആവി മേലോട്ട് കയറി ബാക്കിയുള്ള അരിയും ചോറ് വേവാനുണ്ടല്ലോ അതും വേകും. അപ്പോൾ ഇത് ഗ്ലാസ്സിൻ്റെ അടപ്പായിട്ട് നമുക്ക് ആവി വരുന്ന ഗ്ലാസ്സിൽ തട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്കറിയാൻ പറ്റും ഇത് ആവി കയറി വെന്തു എന്നുള്ളത്. ലോ ഫ്ലെയിമിലേ വെക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇളക്കുന്നില്ലല്ലോ പിന്നെ അടിയിൽ, അപ്പോൾ അത് കരിഞ്ഞു പിടിക്കും. ഓക്കെ, എല്ലാം വെന്ത് ചോറൊക്കെ ഒന്ന് മുട്ടിപ്പിടിച്ചിട്ട് പോലുമില്ല. ചിക്കനും നല്ല പോലെ വെന്ത് ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വിളമ്പി സെപ്പറേറ്റ് എടുക്കാം. ചോറ് സെപ്പറേറ്റും മസാല ചിക്കനോട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് വിളമ്പി കഴിക്കാം. അപ്പോൾ ഇതാണ്ട് പപ്പടം, മുട്ട, നാരങ്ങാച്ചാർ, സലാഡ്, തൈരൊഴിച്ച സലാഡാണ്. ഞാൻ കഴിക്കാനെടുത്താണ് ഇത്. അപ്പോൾ ഇത് കണ്ടോ പകർന്നുകൊണ്ട് വെച്ചേക്കുന്നതാണ്. ചോറ് സെപ്പറേറ്റ്, ചിക്കൻ സെപ്പറേറ്റ്, സാലഡ്, മുട്ട, പപ്പടം കാച്ചിയത്. ഇവിടെ എല്ലാവരും കഴിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.